ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഈ കാർഡ്സ് യൂസ് ചെയ്യാം. കുറേ ഞാനിത് എടുത്തിട്ട് ടീ ലീഫ് ടാരോ എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, ടീ ലീഫ് കാർഡ്സ്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസിന് മെസ്സേജ് എടുക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷനെ കുറിച്ച്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആൻഡ് അതിന് ചില അഡ്വൈസ് കാര്യങ്ങളായിട്ട് നമുക്ക് എന്താ കിട്ടുക നോക്കാം. ഓക്കെ, ഇതിൽ വരുന്ന കാർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് ഷഫിൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, കുറച്ചായിട്ട് ചെയ്യാം, എന്നാലേ ശരിയാവുള്ളൂ. ഇത് ഓൾറെഡി ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട്. ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു മാസത്തിന് മുന്നോട്ട് എന്നുള്ള രീതിക്ക് നോക്കാം. ഓക്കെ, ഓൾറെഡി മെയ് 10 അടുത്തായി. സോ ബാക്കിയുള്ള നമ്മുടെ കുറച്ച് ദിവസം മെയ് മാസം ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെയ് മന്ത് ഒരു ഗൈഡൻസ് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, നമുക്ക് ഈ കാർഡ്സ് ഒന്ന് നോക്കാം. ആൻഡ് ഇതിൽ നിങ്ങളുടെ ഏറ്റവും മെയിൻ ഫോക്കസ് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യത്തിലേക്കായിരിക്കും എന്നുള്ളതുകൂടി നമുക്ക് എടുക്കാം. ആൻഡ് മന്ത് ഓഫ് ദ ഇയർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുമോ നോക്കാം. നമുക്ക് ലാസ്റ്റ് മന്ത് കൂടി എടുക്കാം. ഓക്കെ, ആൻഡ് കുറച്ച് അഡ്വൈസ് കാർഡ് നമ്മളെ യൂണിവേഴ്സ് മെസ്സേജ് ഗണേശ കാർഡ്സിന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഞാൻ ഷഫിൾ ചെയ്യുന്നില്ല. ആദ്യം ഈ ഡെക്കുന്ന എന്ത് കാര്യത്തിലായിരിക്കും നിങ്ങളുടെ മെയിൻ ഫോക്കസ് നിങ്ങളുടെ ലൈഫിൻ്റെ ഇപ്പോൾ ഈ ഒരു 1 മന്ത്, ഈ ഒരു മുന്നോട്ടുള്ള 10-20 ദിവസം, മെയ്യിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണ് എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ, ഒരു 2 കാർഡ് എടുക്കാം ജസ്റ്റ്. ഓക്കെ, വെൽത്ത് ഉണ്ട് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ്. എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളുടെ കരിയർ കാര്യങ്ങളായിരിക്കും, പിന്നെ ഒന്ന് നിങ്ങളുടെ ജസ്റ്റ് സന്തോഷം എന്ന രീതിയിൽ. ഇതെല്ലാം സന്തോഷവും ആവാം അല്ലേ. ഈ 2 കാര്യങ്ങളിലേക്കാണ് നമ്മളുടെ മെയിൻ ഫോക്കസ് ഇത്തവണ. ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ അതായിരിക്കാം. ആൻഡ് ഈ ഡെക്കിന്ന് കുറച്ച് കാർഡ്സ് നമുക്ക് എടുക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഈ ഒരു മെയ് മന്തിൻ്റെ എന്താണ്, നിങ്ങളുടെ ലൈഫിൽ എന്താണ്. ഓക്കെ, ഹേസ്റ്റാക്ക്. ഓക്കെ, ആക്ച്വലി ഓരോന്നായിട്ട് പറയാം അല്ലേ, പക്ഷെ കൂട്ടി വായിക്കാൻ കുറച്ചെണ്ണം എടുത്താലാണ് നല്ലത് എനിക്ക്. ഓക്കെ, 2 വന്നു. ആർച്ച്വേ ഉണ്ട് ആൻഡ് ഡോഗ് ക്ലോസപ്പ്. ഓക്കെ, ക്യാരറ്റ്. ഒന്നിച്ച് കൂട്ടി വായിക്കാൻ എനിക്കല്ല, കുറച്ചെണ്ണം എടുത്താലേ നമുക്ക് ശരിയാവുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ടോട്ടോയ്സ്. റാം. അനിമൽസ് കുറേ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ആൻഡ് റെയിൻബോ, റോസ്, യൂണിക്കോൺ. ഓക്കെ, അനിമൽസ് ഞാൻ പറഞ്ഞ പോലെ കുറച്ചെണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഓക്കെ, ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഫസ്റ്റ് തിങ്, കർമ്മ യു വിൽ റീപ്പ് വാട്ട് യു സോ എന്നാണ്. ഹേസ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പുല്ല് ഇങ്ങനെ കൂനയാക്കി ഇടില്ലേ നമ്മൾ, വൈക്കോല് കൂന എന്നൊക്കെ പറയില്ലേ, അതിനെയാണ്. ഓക്കെ, അത് കത്തിപ്പിടിക്കുന്ന ഒരു ഇതുപോലെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കർമ്മ കുന്നുകൂടുന്നു എന്ന രീതിയിൽ പറയാം. പക്ഷെ ഇവിടെ എനിക്ക് ഇതൊരു നല്ല ഫീലിംഗ് ആണ് വരുന്നത് ആക്ച്വലി. കാരണം ബാക്കി കാർഡ്സ് എല്ലാം വളരെ പോസിറ്റീവാണ്. ഐ തിങ്ക് യെസ്, ഓൾമോസ്റ്റ് എല്ലാം നല്ല പോസിറ്റീവ് കാർഡ്സാണ്. സോ ഇത് നിങ്ങളുടെ ഒരു നല്ല കർമ്മ എന്ന് പറയാം നമുക്ക്. അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത നല്ല കർമ്മയുടെ നിങ്ങൾക്ക് തിരിച്ച് ബെനിഫിറ്റ് കിട്ടാറായി എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വിഷമങ്ങളൊക്കെ അനുഭവിച്ച് കുറേ കാലങ്ങളായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു നല്ല കർമ്മ വരാം. നിങ്ങളുടെ ആ നല്ല കർമ്മയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് നല്ലത് പ്രവർത്തിക്കുക എന്നുകൂടി ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ്, മീൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ഫോർഗീവ്നെസ് പറയുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, കർമ്മ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ആർച്ച്വേ, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് ആൻഡ് പാത്സ് ആർ ഓപ്പണിംഗ് അപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കർമ്മ ക്ലിയർ ആയിട്ട് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, നിങ്ങളുടെ വഴികൾ തെളിഞ്ഞു വരികയാണ്. ആർച്ച്വേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു
ടണൽ എന്ന് പറയുന്ന പോലെ മീൻസ് ആ ഒരു അങ്ങനെ കല്ലിങ്ങനെ വെക്കില്ലേ നമ്മൾ അതുപോലെ. ഓക്കെ, അതിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾക്ക് വഴി ഉണ്ടാവും, വഴി തുറന്നു കിട്ടുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, വഴികൾ തുറന്നു കിട്ടുന്നു, നിങ്ങൾക്ക് പാത്ത് തുറന്നു കിട്ടുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങി വരും, വഴികളൊക്കെ താനേ നിങ്ങൾക്ക് ഓരോന്നായിട്ട് വരും. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ സൊല്യൂഷൻസ് നിങ്ങളുടെ മുമ്പിൽ താനേ ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കരിയറിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും. ഈവൻ സന്തോഷങ്ങൾ, ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിലും അതിനുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന് നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും കിട്ടാനുള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഓക്കെ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ജോലി ആയിരിക്കാം, ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നു. അത് ഒരു കർമ്മയുടെ ഭാഗമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത നല്ല കർമ്മ, ഇതുവരെ നിങ്ങൾ ഈ ജന്മത്തെ അല്ലെങ്കിൽ പൂർവ്വജന്മത്തെ നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്നാണ്. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് താനേ മാറിപ്പോകാൻ തുടങ്ങും. ഡോഗ് ക്ലോസപ്പ് എന്നാണ് പറയുന്നത്. പ്ലെജർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് വരുന്നത്. ചിലപ്പോൾ ഈ മാസം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും യാത്രകൾ പ്ലാൻ ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രണ്ട്സിനെ കാണാൻ, മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പ്ലാൻ ഇടാം. ക്ലോസപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് മീറ്റ് ചെയ്യുന്നു എന്ന രീതിക്ക് പറയാം. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ചാൻസ്, ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, സ്നേഹമുള്ളൊരു വ്യക്തിയാവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ടുമായിട്ട് അല്ലെങ്കിൽ ആ പേഴ്സണുമായിട്ട് നിങ്ങളൊരു ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, ട്രാവൽ, യാത്ര, കുറച്ച് സന്തോഷമായ സമയങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ക്യാരറ്റ്, ഓപ്പർച്യൂണിറ്റി ഓർ വിൻഫോൾ, രണ്ടും പറയുന്ന ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. വിൻഫോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ലക്ക് വരിക എന്നാണ് അർത്ഥം. ഓക്കെ, അത് മണി ഗെയിൻ ആവാം, ചിലവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ചിലപ്പോൾ പെട്ടെന്ന് വല്ലതൊക്കെ കിട്ടാം, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ. വിൻഫോൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, അതൊരു സഡൻ, നമ്മൾ പ്രതീക്ഷിക്കില്ല. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസായിട്ട് നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുമെന്നാണ്. അതുകൊണ്ട് നല്ലതാണ്, ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്തെങ്കിലും അഗെയിൻ സെയിം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ജോലി, കരിയർ, പഠിക്കാൻ, അല്ലെങ്കിൽ പുറത്തു പോകാൻ, അബ്രോഡ് പോകാൻ, എന്ത് തന്നെ കാര്യമായാലും ഓക്കെ, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. രണ്ടും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ടോട്ടോയ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ ഇതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ അല്പം സ്ലോ ആയിട്ടായിരിക്കാം മൂവ് ചെയ്തത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം തെറ്റൊന്നും നിങ്ങൾ വിചാരിച്ച പോലെ ഫാസ്റ്റായിട്ടൊന്നും പോകുന്നില്ല, മറ്റുള്ളവരൊക്കെ വേഗം അതായി പോകുന്നു, ഫ്രണ്ടിലേക്ക് പോയി, നിങ്ങൾ ആയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ആമയെ പോലെ. ഓക്കെ, മെല്ലെ ആയാലും ഓക്കെ, നമുക്ക് സ്റ്റഡി ഗ്രോത്ത് ആണ് വേണ്ടത് ആദ്യം. ഓക്കെ, പെട്ടെന്നെല്ലാം ആയിട്ട് അവിടെ നമ്മൾ പറയില്ല, നമ്മുടെ മയിലിൻ്റെ ഓട്ടത്തിൻ്റെ കാര്യം നമ്മൾ പറയുമല്ലോ, അവിടെ പോയി ഓടിപ്പോയി എവിടെയെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് അവിടെ എത്തി തളർന്ന് നിൽക്കാനുള്ള അവസ്ഥ വരരുത്. ഓക്കെ, അപ്പോൾ മെല്ലെ പോയാലും കുഴപ്പമില്ല. ഓക്കെ, മെല്ലെ പോയിട്ട്, പക്ഷേ നിങ്ങൾ ഗെറ്റിംഗ് അഹെഡാണ്, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. സോ മെല്ലെ പോകുന്നേ ഉള്ളൂ, കുഴപ്പമില്ല, നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഫാസ്റ്റായിട്ട് പോകാൻ നോക്കണ്ട, ശ്രമിക്കേണ്ട, മെല്ലെ പോയാൽ മതി. മെല്ലെ പോയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പതുക്കെ ചെയ്ത് എല്ലാത്തിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യും, നിങ്ങളുടെ സക്സസ് നിങ്ങൾ അച്ചീവ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, സ്റ്റബേൺ ആൻഡ് അഗ്രസീവ് പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവാം, ഒരുപാട് സ്റ്റബേൺ ആയിട്ടുള്ള ഒരാൾ. ഇത് ഏരീസ് സൈനിൻ്റെ ആണ്. റാം എന്ന് പറയുമ്പോൾ ഏരീസ് സൈനാണ്. ഏരീസിൻ്റെ മന്ത് ഏപ്രിലാണ്. ഏപ്രിലൊക്കെ വരുന്ന ബർത്ത്ഡേറ്റ്സ് വരുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവാം. അവരൊരു എംപറർ, ആക്ച്വലി കാർഡ് നമ്മുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏരീസ് ഇതാണ്. വളരെ സ്റ്റബേൺ ആയിട്ടുള്ള വ്യക്തികളാണെന്ന് പറയുന്നത് വെച്ചാൽ അവർ വളരെ കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരാണ്. അവർ ഒരു തരം എന്താ പറയുക, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനത്തെയൊക്കെ ചില നേച്ചറുള്ള ആൾക്കാരായിരിക്കാം. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും ഒന്നുമില്ല. കാരണം ഓരോ ഇതിലും നമ്മുടെ ഓരോരുത്തരുടെ വ്യത്യാസം ഉണ്ടാവും നേച്ചറൊക്കെ. ചിലവർ, പക്ഷേ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തി ചിലപ്പം ഈ ഒരു ടൈപ്പ് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം, ഇവരെ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവാം. അവരുടെ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവും, ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് എ സിറ്റുവേഷൻ ഈസ് ഓവർ. അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ഈഗോ കാണിക്കുക, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവർക്ക് അവർ പറയുന്നത് തന്നെ നടക്കണം എന്നൊരു കടുംപിടുത്തം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മേ ബി അതിൽ നിന്ന് ഒരു പുറത്ത് വരുന്നു എന്നായിരിക്കാം. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് എ സിറ്റുവേഷൻ ഈസ് ഓവർ. നിങ്ങൾ ഒരു സിറ്റുവേഷൻ നിങ്ങളുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളിതുപോലെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊന്ന് കോർക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ടിൽ നിന്ന് നിങ്ങൾ കടന്ന് പുറത്ത് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആ വ്യക്തിയുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആരുമായിട്ടും. ഇപ്പം നിങ്ങൾ ഓരോ കാര്യത്തിലും ലൈക്ക് നിങ്ങളെ കരിയറിൻ്റെ കാര്യത്തിലെ ഗ്രോത്ത് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയം നിങ്ങളുടെ കഴിഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. എന്ത് തന്നെ കാര്യത്തിലായാലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്നു, നിങ്ങൾക്ക് എൻഡ് ആവുന്നു സമയം, അങ്ങനത്തെ സമയങ്ങൾ എൻഡ് ആവും. അഗെയിൻ സെയിം തിങ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരുന്നു.
എല്ലാ കാർഡ്സും ഇപ്പോൾ സിമിലർ മെസ്സേജ് ആണ് തരുന്നത്. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നമുള്ള സമയങ്ങൾ തീർന്നുകൊണ്ട് വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ കർമ്മ എന്തെങ്കിലും നിങ്ങളുടെ നല്ല കർമ്മ ചെയ്തതിനൊക്കെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങുന്നു എന്നാണ്. ഓക്കെ, പക്ഷെ മോശമായ കർമ്മകൾ നമ്മളതിന് മാപ്പ് ചോദിക്കുക, ഫോർഗിവ്നെസ് പ്രെയർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നെങ്കിൽ മാപ്പ് അവരോട് നേരിട്ട് പറയാം, അല്ലെങ്കിൽ മനസ്സിൽ പറയാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ കഴിഞ്ഞ് തീർന്നു വരുന്നു എന്നാണ് പറയുന്നത്. റൊമാൻസ് ഇസ് ഇൻ ദി എയർ. ഓക്കെ, ചിലവർക്ക് നിങ്ങളൊരു പേഴ്സൺ, ഇപ്പം ഞാൻ ഇവിടെ നേരത്തെ ഡോഗിന്റെ പറഞ്ഞപ്പോഴും ഒന്ന് ലോയൽ ആയ ഒരു വ്യക്തി, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ, അത് വിട്ടേക്കൂ. ഫ്രണ്ട്സ് അല്ല, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ റൊമാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് റൊമാൻറ്റിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് സമയങ്ങൾ നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ട് സ്പെൻഡ് ചെയ്യും. ആൻഡ് യൂണിക്കോൺ, യൂസ് യുവർ ഇൻറ്റ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ, നിങ്ങൾക്ക് അഡ്വൈസ് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ മാറ്റങ്ങളൊക്കെ വരുത്താൻ. ഓക്കെ, അതിപ്പോൾ വെൽത്ത് കിട്ടാനായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് വെൽത്ത് ഗെയിൻ വരുന്നുണ്ട്. ഓക്കെ, ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. രണ്ട് റെയിൻബോ ആണ് ഇവിടെ. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ സന്തോഷങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. അതിനു വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും എന്ത് സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്, എന്ത് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, അവർ തടസ്സമുണ്ടെങ്കിൽ അതിൽ എന്താ ചെയ്യേണ്ടത്, അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവരോട് നേരിട്ട് സംസാരിക്കണോ, അവരെ വിട്ട് മാറണോ, എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സഹായം എടുത്തിട്ട് ഇവരോട് സംസാരിക്കാനോ കാര്യങ്ങൾ ശരിയാക്കാനോ നിങ്ങൾ ശ്രമിക്കണോ, എന്തൊക്കെയാ വേണ്ടത്, എല്ലാം നിങ്ങളുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക, ഒന്നാമത്തെ കാര്യം. ആൻഡ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളെ ഒന്ന് ബെറ്റർ ആക്കി നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വെൽത്തിന്റെ കാര്യം തീർച്ചയായിട്ടും ഇവിടെ ഓപ്പർച്യൂണിറ്റി ഓർ വിൻഫോൾ, തീർച്ചയായിട്ടും ഒരു കരിയർ കിട്ടും, നിങ്ങൾക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മണി വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് വഴികൾ ഓപ്പൺ ചെയ്ത് കിട്ടും എന്ന് പറയുന്നുണ്ട്, സന്തോഷങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്സുമായിട്ട് നല്ല സമയങ്ങൾ, ഇതൊക്കെയാണ് ഈ മെയ് മന്ത് നമുക്ക് മുന്നോട്ട് നോക്കാനുള്ളത്. ആക്ച്വലി വളരെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് ഇപ്പം എനിക്ക് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴേക്ക് കംപ്ലീറ്റ് ആവും, നടക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെക്ക് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, മന്ത് ഓഫ് ദ ഇയർ ആണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് ഡേറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചിലപ്പോൾ റെസനേറ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈ ഒരു സമയത്തിനുള്ളിൽ നടക്കും എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, രണ്ട് മൂന്ന് കാർഡ് എടുക്കാം. ഡിസംബർ, മാർച്ച്, ഒന്നും കൂടി ഓൾറെഡി വന്നിരുന്നു, ഫെബ്രുവരി. ഓക്കെ, ഡിസംബർ കുറച്ച് നീണ്ടുപോകും, മാർച്ചും യെസ് നീണ്ടാണ്, ഫെബ്രുവരി. ഓക്കെ, എല്ലാം അപ്പോൾ ഒരു നെക്സ്റ്റ് ഈ ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ചില ഓക്കെ നല്ല മാറ്റങ്ങൾ എന്ന് പറയാം. നമുക്കിവിടെ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് എന്ന രീതിയിൽ പറയാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഡിസംബർ ആകുമ്പോഴേക്കും പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ മാർച്ച്, ഫെബ്രുവരി. ഓക്കെ, അതായത് 2025 അല്ലെ, 25 മാർച്ച്, 25 ഫെബ്രുവരി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയാവും. ഫസ്റ്റ് ഹാഫ് ഓഫ് 2025 എന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സക്സസ് കിട്ടും എന്നായിരിക്കാം. ഓക്കെ, എല്ലാം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാവില്ല, പക്ഷെ ഇത് വേറെ കാര്യമാണ് കേട്ടോ. ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു പെട്ടെന്ന് ഇപ്പോൾ സഡൻ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ള ഒരു ചാൻസിൻ്റെ ആണ്, എന്തെങ്കിലും പണമായിട്ടോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ടോ. അല്ലാതെ നിങ്ങളുടെ ലൈഫിന് ഞാൻ മൊത്തത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഒരുപാട് ആഗ്രഹിച്ചൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മന്തുമായിട്ട് മാച്ച് ഉണ്ടാവാം. ഓക്കെ, സോ നമുക്ക് ഗണേശ കാർഡ്സ് കൂടി അഡ്വൈസ് ആയിട്ട് എടുത്തേക്കാം. എന്തായാലും ഞാൻ ലേശം ലോങ് റീഡിങ് തന്നെ ആക്കുന്നത്. ഒരു 4-5 കാർഡ് ഇതുകൂടി എടുക്കും. ദൈവം എന്താ പറയുന്നത്, യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളോട്? ജനറോസിറ്റി, സറണ്ടർ, അച്ചീവ്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കപ്പാസിറ്റി ടു ലവ്, സ്റ്റെഡ് ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങളെ ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ടോട്ടോയ്സിന്റെ പറഞ്ഞ പോലെയാണ്, ആമട പറഞ്ഞ പോലെയാണ്. മെല്ലെ പോയിട്ട് മെല്ലെ പോവാ, പക്ഷെ കാര്യങ്ങളെ സ്റ്റഡി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാം. ഓക്കെ, ഇവിടെ ജനറോസിറ്റി കാണുന്നുണ്ട്,
നിങ്ങൾ വളരെയധികം ദാനമൊക്കെ ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ദാനം ചെയ്യാൻ നിങ്ങളെ ഉള്ളതിൽ നിന്ന് അല്പം ട്ടോ, അല്ലെങ്കിൽ ചെറുതായിട്ട് ചെയ്താൽ മതി. ഞാൻ ഒരുപാട് കൊടുക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്, നിങ്ങളുടെ കഴിവിനും അപ്പുറത്തൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പക്ഷെ അല്പം പറ്റിയാൽ ദാനങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സറണ്ടർ എന്ന് പറയുന്നുണ്ട്, യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വളരെ ആങ്ഷ്യസ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇത് നടക്കുന്നില്ല, ആ ഒരു കാര്യം നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ആങ്ഷ്യസ് ആവുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ ഒന്ന് സറണ്ടർ ചെയ്യുക. ഓക്കെ, ഡിവൈൻ ടൈമിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടേക്കുക. ഓക്കെ, ഒരുപാട് അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്യേണ്ട, ട്രസ്റ്റ് ചെയ്യാം, ഡിവൈനെ ട്രസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നല്ലത് വരും, ആ നല്ലത് വരുന്നത് അതിൻ്റെതായ ഒരു സമയത്ത് വരും. നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് അത് നിങ്ങളിലേക്ക് എത്തും എന്ന് മാത്രം വിശ്വസിക്കുക. ആൻഡ് അച്ചീവ്മെന്റ്, യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ്മെന്റിന്റെ കാര്യമുണ്ട്. ആക്ച്വലി ഗണപതിയുടെ വൈബ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ അറിയില്ല. ബുദ്ധി ആൻഡ് എന്താണ് സിദ്ധി എന്നല്ലേ പറയാം. അപ്പൊ ഒരു ബാലൻസ്, ഐ തിങ്ക് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവരാനുണ്ടാവാം. ഓക്കെ, നിങ്ങൾ പഠിക്കാനുണ്ടാവാം, നോളജ് ഗെയിൻ ചെയ്യാം എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ ഒരു ബാലൻസിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവാം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, യെസ്, അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾക്കെല്ലാം ഡീപ്പ് നോളജ് ഉണ്ട്. നമ്മുടെ ഇൻറ്റ്യൂഷന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഓൾറെഡി. ആൻഡ് കപ്പാസിറ്റി ടു ലവ്, യെസ്, നിങ്ങൾക്ക് ഒരുപാട് ആക്ച്വലി ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി വലിയ ദാനശീലമൊക്കെ ആയിരിക്കാം ഇവിടെ. നിങ്ങൾക്ക് അത്രയും ആ ഒരു കപ്പാസിറ്റി ഉണ്ട് മറ്റുള്ളവരെ മാപ്പ് കൊടുക്കാനും സ്നേഹിക്കാനും അൺകണ്ടീഷണലി സ്നേഹിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിന് തീർച്ചയായിട്ടും അതാണ് നമ്മൾ കർമ്മയുടെ കാര്യമൊക്കെ ആദ്യം തന്നെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മളത് പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്, പക്ഷെ ചെയ്യേണ്ടതും അങ്ങനെയല്ല. എന്നാലും നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരും ചെയ്യും. ദൈവം നിങ്ങളെ, യൂണിവേഴ്സ് നിങ്ങളെ ബ്ലസ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.